ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് ഈക്വലന്റ് സർക്യൂട്ട് ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് ട്രാൻസ്ഫോമർ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് KICB സബ് എഞ്ചിനീയർ റെക്കോർഡഡ് ഓൺലൈൻ ക്ലാസ്സിനെ കുറിച്ചിട്ട് പറയാം. ഇവിടെ ഒരു ബാച്ച് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ റെക്കോർഡഡ് ഓൺലൈൻ ക്ലാസ്സുകളാണ് സ്റ്റുഡൻസിനെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അത് വീഡിയോ ലെക്ചേഴ്സ് ആയിരിക്കും. അപ്പോൾ ആ ലെക്ചേഴ്സിൽ സബ്ജക്റ്റ് വൈസ് തിയറി ഉണ്ടായിരിക്കും, അതുപോലെ 2500+ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് ചെറിയൊരു ഫീയേ അവിടെ വരുന്നുള്ളൂ. സോ താല്പര്യമുള്ളവർ താഴെ പറഞ്ഞിട്ടുള്ള ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, 9744722434. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് ഈക്വലന്റ് സർക്യൂട്ട് ഓഫ് ട്രാൻസ്ഫോമറിനെ ബേസ് ചെയ്ത് കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. If R1 is the primary winding resistance and R2 is the secondary winding resistance, then the equivalent resistance of the transformer as referred to the primary is option A R1 plus R2 by K square, option B R2 plus R1 by K square, option C R1 plus K square R2, and option D R2 plus K square R1. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ ഇക്വലന്റ് സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെക്കൻഡറിയിലുള്ള പാരാമീറ്റേഴ്സ് നമ്മൾ പ്രൈമറിയിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ കെ സ്ക്വയർ വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. സോ അവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ R1 പ്ലസ് R2 ബൈ കെ സ്ക്വയർ. ഇവിടെ നമുക്ക് ഓരോന്നിൻ്റെയും എങ്ങനെയാണ് ട്രാൻസ്ഫോം ചെയ്യണതെന്ന് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ദ പ്രൈമറി ഈക്വലന്റ് ഓഫ് ദ സെക്കൻഡറി ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ്, അതായത് E2 ഡാഷ്. നമ്മൾ ഈ സെക്കൻഡറിയിലുള്ള EMF നമ്മൾ പ്രൈമറിയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ, റെസ്പെക്ട് പ്രൈമറി കണ്ടുപിടിക്കുകയാണെങ്കിൽ E2 ഡാഷ് ഈസ് ഇക്വൽ ടു E2 ബൈ കെ. ആൻഡ് പ്രൈമറി ഈക്വലന്റ് ഓഫ് ദ സെക്കൻഡറി ടെർമിനൽ വോൾട്ടേജ് V2 ഡാഷ് എന്ന് പറയുന്നത് V2 ബൈ കെ. പ്രൈമറി ഈക്വലന്റ് ഓഫ് ദ സെക്കൻഡറി കറണ്ട് I2 ഡാഷ് എന്ന് പറയുന്നത് K ഇൻറ്റു I2. ആൻഡ് അതുപോലെ ഇംപീഡൻസ്, അതുപോലെ റെസിസ്റ്റൻസ്, റിയാക്റ്റൻസ് ഒക്കെ നമ്മൾ പ്രൈമറിയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾ ഡിവൈഡഡ് ബൈ കെ സ്ക്വയർ ചെയ്യണം. അതായത് R2 ഡാഷ് ഈസ് ഇക്വൽ ടു R2 ബൈ കെ സ്ക്വയർ, H2 ഡാഷ് ഈസ് H2 ബൈ കെ സ്ക്വയർ, ആൻഡ് Z2 ഡാഷ് ഈസ് ഇക്വൽ ടു Z2 ബൈ കെ സ്ക്വയർ. സോ ഇവിടെ നമ്മൾ റെസിസ്റ്റൻസ് നമ്മൾ കൊണ്ടുവരുമ്പോൾ R2 ബൈ കെ സ്ക്വയർ ചെയ്യണം. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ R1 പ്ലസ് R2 ബൈ കെ സ്ക്വയർ. Next question. In transformer, if the secondary is open circuited, then its terminal voltage is option A same as the induced EMF, option B greater than induced EMF, option C lesser than the induced EMF, and option D none of these. സെക്കൻഡറി ടെർമിനൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡ്യൂസ് ചെയ്തിട്ടുള്ള EMF എന്താണോ അതേപോലെ തന്നെയാവും നമുക്ക് കിട്ടാം, ആ ഓപ്പൺ സർക്യൂട്ട് ചെയ്ത ടെർമിനലിനെ അക്രോസ് കിട്ടാം. So correct answer is option A same as the induced EMF. At question, when a given transformer is run at its rated voltage but reduced frequency, its option A flux density remains unaffected, option B iron losses are reduced, option C core flux density is reduced, and option D core flux density is increased. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് കോർ ഫ്ലക്സ് ഡെൻസിറ്റി ഇൻക്രീസ് ആവും, അതായത് ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോപ്പർ ലോസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഓപ്ഷൻ എ KVA, ഓപ്ഷൻ ബി സ്ക്വയർ ഓഫ് KVA, ഓപ്ഷൻ സി ക്യൂബ് ഓഫ് KVA, and option D none of these. Copper loss is proportional to square of KVA. The correct answer is option B. Next question, an ideal transformer is one which has option A no losses and magnetic leakage, option B interleaved primary and secondary windings, option C a common core for its primary and secondary winding, and option D core of stainless steel and winding of copper metal. എന്തായിരിക്കും ഐഡിയൽ ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ അവിടെ ലോസസ് ഉണ്ടായിരിക്കില്ല, മാഗ്നറ്റിക് ലീക്കേജ് ഉണ്ടാവില്ല. അതായത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്
Option A, no losses and magnetic leakage. Next question, copper losses occur due to ohmic resistance in option A, primary winding, option B, secondary winding, option C, both primary and secondary winding, option D, none of these. രണ്ട് വൈൻഡിങ്ങിലും കോപ്പർ ലോസ് ഉണ്ടായിരിക്കും, അതായത് പ്രൈമറി വൈൻഡിങ്ങിലും അതേപോലെ സെക്കൻഡറി വൈൻഡിങ്ങും. സോ കറക്റ്റ് ആൻസർ എന്ത് ഓപ്ഷൻ സി, ബോത്ത് പ്രൈമറി ആൻഡ് സെക്കൻഡറി വൈൻഡിങ്. A question, the short circuit test in a transformer is performed on option A, LV side, option B, high voltage side, option C, either 1 and 2, and option D, both 1 and 2. ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോൾ അത് LV സൈഡിലാണ് നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുക. സോ കറക്റ്റ് ആൻസർ പറയുന്നത് ഓപ്ഷൻ എ, ലോ വോൾട്ടേജ് സൈഡ്. അടുത്ത ക്വസ്റ്റ്യൻ, അയൺ ലോസ് ഇൻ എ ട്രാൻസ്ഫോമർ ക്യാൻ ബി ഡിറ്റർമിൻഡ് ബൈ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ്, ഓപ്ഷൻ ബി, ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ്, ഓപ്ഷൻ സി, ബോത്ത് 1 and 2, ഓപ്ഷൻ ഡി, നൺ ഓഫ് ദ അബോവ്. ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോ ലോഡ് ലോസ് കിട്ടും, അതായത് അയൺ ലോസ് അല്ലെങ്കിൽ കോർ ലോസ്, ഇതൊക്കെ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് ചെയ്താൽ നമുക്ക് കണ്ടുപിടിക്കാം. സോ കറക്റ്റ് ആൻസർ ആണ് ഓപ്ഷൻ എ, ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫ്രിക്ഷൻ ലോസ് ഇൻ എ ട്രാൻസ്ഫോമർ ഈസ് ഓപ്ഷൻ എ 20%, ഓപ്ഷൻ ബി 0%, ഓപ്ഷൻ സി 50%, ആൻഡ് ഓപ്ഷൻ ഡി മോർ ദാൻ 50%. ട്രാൻസ്ഫോമറിൽ മൂവിങ് പാർട്സ് ഒന്നുമില്ല, സോ ദർ വിൽ ബി നോ ഫ്രിക്ഷൻ ലോസ്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 0%. Next question, the main purpose of performing short circuit test in a transformer is to measure its option A, copper loss, option B, core loss, option C, insulation resistance, and option D, total loss. അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഫുൾ ലോഡ് ലോസ് അല്ലെങ്കിൽ കോപ്പർ ലോസ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടാണ്. സോ കറക്റ്റ് ആൻസർ പറയുന്നത് ഓപ്ഷൻ എ, copper loss. Next question, a transformer has negative voltage regulation when its load power factor is option A, lagging, option B, leading, option C, unity, and option D, any of the above. നെഗറ്റീവ് വോൾട്ടേജ് റെഗുലേഷൻ ഏത് പവർ ഫാക്ടറിലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്, അത് ലീഡിംഗ് പവർ ഫാക്ടറിലായിരിക്കും. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, ലീഡിംഗ്. Next question, which of the following losses varies with the load in the transformer? Option A, core loss, option B, copper loss, option C, both core and copper loss, and option D, none of the above. ഇപ്പോൾ നോ ലോഡ് ലോസസ് എന്ന് പറയുന്നത് കോർ ലോസ് ആണ്, ആൻഡ് ഈ ട്രാൻസ്ഫോമർ ലോഡ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നതാണ് കോപ്പർ ലോസ് എന്ന് പറയുന്നത്. സോ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, കോപ്പർ ലോസ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ എഫിഷ്യൻസി ഓഫ് ടു ഐഡന്റിക്കൽ ട്രാൻസ്ഫോമേഴ്സ് അണ്ടർ ലോഡ് കണ്ടീഷൻ ക്യാൻ ബി ഡിറ്റർമിൻഡ് ബൈ ഓപ്ഷൻ എ, ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ്, ഓപ്ഷൻ ബി, ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ്, ഓപ്ഷൻ സി, നോ ലോഡ് ടെസ്റ്റ്, ആൻഡ് ഓപ്ഷൻ ഡി, ബാക്ക് ടു ബാക്ക് ടെസ്റ്റ്, കമ്പനീസ് ടെസ്റ്റ്. അപ്പോൾ ഇതിൽ എഫിഷ്യൻസി കണ്ടുപിടിക്കാനായിട്ട്, അതായത് ലോഡഡ് കണ്ടീഷനിൽ എങ്ങനെയാണ് എഫിഷ്യൻസി കണ്ടുപിടിക്കാനായിട്ട് ഏത് മെത്തേഡാണ് നല്ലതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് ബാക്ക് ടു ബാക്ക് ടെസ്റ്റ് ആണ്. ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, ബാക്ക് ടു ബാക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ കമ്പനീസ് ടെസ്റ്റ്. അപ്പോൾ ഇത് നമ്മൾ ട്രാൻസ്ഫോമർ എഫിഷ്യൻസി അതുപോലെ ഹീറ്റിംഗ് വോൾട്ടേജ് റെഗുലേഷൻ ഒക്കെ കണ്ടുപിടിക്കാൻ നമ്മൾ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് അത് ഫുൾ ലോഡ് കണ്ടീഷനിലായിരിക്കും. അപ്പം അതിനുവേണ്ടി നമ്മൾ രണ്ട് ഐഡന്റിക്കൽ ട്രാൻസ്ഫോമേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ചെയ്യുക. Next question, the open circuit test in a transformer is used to measure option A, copper loss, option B, winding loss, option C, total loss, and option D, core loss.
ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് നോ ലോഡ് ലോസ് കണ്ടുപിടിക്കാനാണ്. അതല്ലെങ്കിൽ സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, കോർ ലോസ്. Next question. The full load copper loss of a transformer is 1600 watts. At half load, the copper loss will be option A 6400 watts, option B 1600 watts, option C 800 watts, and option D 400 watts. ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്യണമെന്ന് നോക്കാം. കോപ്പർ ലോസ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു ഐ സ്ക്വയർ ആണ്. ഇവിടെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ട് ഹാഫ് ലോഡഡ് കേസിലാണ് കണ്ടുപിടിക്കേണ്ടത്. ഹാഫ് ലോഡ് മീൻസ് കറണ്ട് വിൽ ബിക്കം I/2. I/2 എന്ന് പറയുമ്പോൾ അവിടെ സ്ക്വയർ എടുക്കുമ്പോൾ I/4. ഇവിടെ കോപ്പർ ലോസ് ബിക്കംസ് ഹാഫ് വെൻ കറണ്ട് ഈസ് 1/4 ടൈംസ്. സോ അതിൻ്റെ അർത്ഥം നമുക്ക് 1600 വാട്ട്സ് ആയിരുന്നല്ലോ, അപ്പൊ അതേ ബൈ 4 ആയിരിക്കും അവിടെ കോപ്പർ ലോസ് എന്ന് പറയുന്നത്. സോ കറക്റ്റ് ആൻസർ എന്നത് ഓപ്ഷൻ ഡി 400 വാട്ട്സ്. സോ താങ്ക് യു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം.